ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു വൺ മോർ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് റീഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. റീഡിങ് പൊതുവെ എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഒരു നിരന്തരമായിട്ടുള്ള പരിശ്രമം മൂലം നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് റീഡിങ്. ഓക്കെ, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് റീഡിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഏത് കോഴ്സിലായാലും ഇപ്പോൾ പൊതുവെ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, OET ആണോ, IELTS ആണോ, അതോ PT ആണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വേറെ കോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതാണോ, ഏതായിരിക്കും നമുക്ക് എളുപ്പമുണ്ടാകുക എന്നുള്ളത്. ഏത് കോഴ്സ് തന്നെ വന്നോട്ടെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കൊന്നും തന്നെ നമ്മൾക്ക് നേടാൻ സാധിക്കുകയില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കിന്ന് റീഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. ഇന്ന് പാർട്ട് സിയെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ട് എയെക്കുറിച്ചും പാർട്ട് ബിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർ ആ ഒരു പഴയ വീഡിയോസ് കൂടെ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമുക്ക് പാർട്ട് സിയിലോട്ടേക്ക് കടക്കാം. സോ പാർട്ട് സിയെക്കുറിച്ച് പറയുമ്പോൾ, പാർട്ട് സി നമുക്ക് പൊതുവെ അറിയാം, നമ്മൾക്കൊരു വളരെ ബ്രീഫായിട്ട് ഒരു എസ്സേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. സി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 1, പാർട്ട് 2. അതിൽ ഓരോ സെക്ഷനിലും 8 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻസ് 4 ഓപ്ഷൻസാണ് ഒരു ക്വസ്റ്റ്യൻ്റെ അണ്ടറിലുള്ളത്. അപ്പം പാരഗ്രാഫ്സ് എത്ര ഉണ്ടാകും? ഒരു ടോപ്പിക് ആയിരിക്കും. ആ ടോപ്പിക് മേ ബി മലേറിയ, അങ്ങനെ ഒരു ടോപ്പിക്, അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ, അങ്ങനെ ഓരോ ടോപ്പിക് ആയിരിക്കും. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഒരു 5-6 പാരഗ്രാഫ്സ് ഉണ്ടാവും. എപ്പം നമ്മൾക്ക് കയ്യിൽ കിട്ടുമ്പോഴും സി പാർട്ട് കയ്യിൽ കിട്ടുമ്പോഴും പാരഗ്രാഫ്സിന് നമ്പർ ഇട്ട് പോവുക. കാരണം മിക്കപ്പോഴും അവർ ചോദിക്കുന്നത് ഫ്രം പാരഗ്രാഫ് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ, പാരഗ്രാഫ് കിട്ടുമ്പോൾ തന്നെ 1, 2, 3, 4 എന്ന് നമ്മുടെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഇട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പാരഗ്രാഫിനെ കുറിച്ചൊന്ന് നോക്കാം. എന്തായിരിക്കും സിയിൽ പറഞ്ഞിട്ടുണ്ടാവുക? എപ്പോഴും നമുക്കറിയാം, സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റൈറ്ററിൻ്റെ, ഈ പാരഗ്രാഫ് തന്നിരിക്കുന്ന റൈറ്ററിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഇതായിരിക്കാം എപ്പോഴും നമുക്ക് സി പാർട്ടിൽ കൂടുതലായിട്ടും പറയുക. അത് മിക്കവാറും ഫാക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒപ്പീനിയൻ ആയിരിക്കും. എന്താണ് ഫാക്ട്സ് അല്ലെങ്കിൽ എന്താണ് ഒപ്പീനിയൻ? റൈറ്ററുടെ ഒപ്പീനിയൻ ഒരു പാരഗ്രാഫാണ് പറയുന്നത്. ഇപ്പോൾ സ്ലീപ്പ് അപ്നിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അതേ പാരഗ്രാഫിൽ തന്നെ നമ്മൾക്ക് അതേ പാരഗ്രാഫ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും മറ്റു പല ഓതേഴ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് പറയുന്ന ഒപ്പീനിയനും കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ ഓതറിൻ്റെ, നമ്മുടെ റൈറ്ററുടെ ഒപ്പീനിയനും നമ്മൾക്ക് അതിനകത്ത് കൊടുക്കും. അപ്പം ഒന്നല്ലെങ്കിൽ നമ്മുടെ റൈറ്റർ മറ്റൊരു റൈറ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതോ, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്തതുകൊണ്ടുള്ളതോ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ളതോ, അങ്ങനെയായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും മിക്കവാറും നമ്മൾക്ക് സി പാർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പാരഗ്രാഫ് സി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, പല പാരഗ്രാഫ്സ് ചേർത്താണ് നമുക്ക് സി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒപ്പീനിയൻ, ഫാക്ട്സ് ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? വളരെ നന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം, പല ആവർത്തി വായിക്കണം. 2 to 3 ടൈംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ഒരു പാരഗ്രാഫ്സിലേക്ക് പോവുക. എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡെന്ന് പറയുന്നത്, പലർക്കും പ്രാവർത്തികമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഒരിക്കലും ഓപ്ഷൻ വായിക്കാനായിട്ട് നോക്കരുത്. നമ്മൾ പാരഗ്രാഫ് വായിക്കുക. പാരഗ്രാഫ് വായിച്ച് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ആ പാരഗ്രാഫിൽ എന്താണ് ആ കണ്ടൻറ്റ് തന്നിരിക്കുന്നത്, ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് എന്താണ് തന്നിരിക്കുന്നതെന്ന് രണ്ടാമതായിട്ട് നമ്മൾ നന്നായിട്ട് വായിക്കുക. ആ പാരഗ്രാഫ്സ് പല ആവർത്തി വായിച്ചതിന് ശേഷം നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓപ്ഷൻസ് വായിക്കുന്നതിന് മുന്നേ ഓക്കെ, ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ആൻസർ നമ്മൾ തന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ നമ്മൾക്ക് കിട്ടും, നമുക്ക് ഈസി ആയിട്ട് കിട്ടും, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത്.
അപ്പോൾ നമുക്ക് 4 ഓപ്ഷനാണുള്ളത്. എപ്പോൾ നമ്മൾ പോകുമ്പോഴും നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സീപാട്ടെല്ലാം. നമുക്ക് മനസ്സിലാക്കാവുന്ന ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഓപ്ഷൻസ് വി ക്യാൻ എലിമിനേറ്റ് വെരി ഈസിലി. അതല്ലാതെയുള്ള മറ്റ് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് 2 ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുക. ഈ ഓപ്ഷൻ ആയിരിക്കുമോ അതോ മറ്റേ ഓപ്ഷൻ ആയിരിക്കുമോ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നേരിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്ത് ചെയ്യണം, നമ്മൾ എഗെയിൻ കം ടു ദ പാരഗ്രാഫ് ആൻഡ് ട്രൈ ടു റീഡ് ദ പാരഗ്രാഫ് എഗെയിൻ. അപ്പോൾ ആ ഒരു 2 ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും പാരഗ്രാഫ് വായിക്കുമ്പോൾ വി കുഡ് ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. നമുക്കത് വീണ്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീഡ് ചെയ്യുക, അതിനകത്തുനിന്ന് വീണ്ടും ആൻസർ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഇതെല്ലാം നമുക്ക് എത്ര മിനിറ്റിനുള്ളിൽ സാധിക്കണം? 2 മിനിറ്റ്സിനുള്ളിൽ സാധിക്കുകയും ചെയ്യണം. അതും നമ്മൾ നത്തിങ് ടു വറി അബൌട്ട് ദിസ്. നമുക്ക് ഡേ ബൈ ഡേ ഇഫ് യു പ്രാക്ടീസ് എവറി ഡേ യു വിൽ ക്രാക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി. സോ നമ്മൾ ഇന്ന് ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ 2 മിനിറ്റ്സിനുള്ളിൽ കിട്ടില്ല. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ബി സ്കോർ ഇൻ റീഡിങ്. സോ ഡു ഡെയിലി പ്രാക്ടീസ്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്, എപ്പോഴും നമുക്ക് നമ്മുടെ റീഡിങ്ങിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്, നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് കൂടുതലായിട്ടും റീഡിങ്ങിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾക്ക് റീഡിങ് സി പാർട്ട് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസുകൾ വരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ മിക്കവാറും കുട്ടികളും നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇത്തിരി ടഫായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിരിക്കും സി പാർട്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പല പ്രാവശ്യം നമ്മുടെ പാരഗ്രാഫ് വായിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ആ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് പാരഗ്രാഫ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ബിയും ഒരു സിയും ഒക്കെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള പാരഗ്രാഫ് വായിച്ച്, ഓപ്ഷൻ വായിച്ച്, ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളത്, നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അത് തന്നെ നിങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് വായിക്കുക, വായിച്ച അർത്ഥം മനസ്സിലാക്കുക. നമ്മൾ സി പാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഡിക്ഷണറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മലയാളം ട്രാൻസ്ലേറ്റർ ഉണ്ടാവണം. നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത സെൻറ്റൻസ് നമ്മൾ ആ ട്രാൻസ്ലേറ്ററിൽ നോക്കിയിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഈസി ആയിട്ട് നമ്മൾക്ക് ആ ഒരു ആൻസർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കുക? ഓക്കെ, നമ്മുടെ ലാംഗ്വേജിൻ്റെ കുറവ്, നമുക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് വാട്ട് ദേ ഹാവ് റിട്ടൺ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആൻസർ കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. വൺസ് നമുക്ക് ആ ഒരു മീനിങ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ആകും, ഓക്കെ ഇത്രയും ഉള്ളൂ റീഡിങ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു വ്യക്തമായിട്ടുള്ളൊരു അറിവിലേക്ക്, ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി മറ്റ് ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, റീഡിങ് ഒരിക്കലും നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയം, നന്നായിട്ട് സ്ലീപ്പി മൂഡ്, ഈ ടൈമിലൊന്നും നമ്മൾ റീഡിങ് ചെയ്യരുത്. അത് നമ്മുടെ സ്കോറിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. നമ്മൾ ഫ്രഷ് മൈൻഡോടുകൂടി വളരെയധികം കോൺസെൻട്രേഷനോടുകൂടി മാത്രം റീഡിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനായിട്ടുള്ളത്. കോംപ്ലക്സ് സെൻറ്റൻസ് മനസ്സിലാക്കി നന്നായിട്ടും വായിച്ച് മനസ്സിലാക്കുക. റീഡറിൻ്റെ ഫാക്റ്റ് ആൻഡ് ഒപ്പീനിയൻ അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. ഇനി ഒരു ഒപ്പീനിയനാണ് തരുന്നതെങ്കിൽ അതിനകത്ത് റീഡറുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ആൻസർ തരുന്നുണ്ടാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് റീഡിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ് ടഫാണ്, അത് ശരിയാണ്. പക്ഷേ ഡെയിലി പ്രാക്ടീസോടുകൂടി നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് റീഡിങ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റെഗുലർ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയാനായിട്ടുള്ളത്, നമ്മളൊരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് എപ്പോഴും OET-യിൽ നമ്മൾ റീഡിങ് വായിക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സെൻറ്റൻസ്, ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഓൾവേസ് വളരെ ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ്
read the first sentence of every paragraph. It will provide you a general idea of the content of the passage. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് ആ ഒരു എന്താണ് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് തന്നെ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് ദ എൻറ്റയർ പാരഗ്രാഫ് വിൽ സേ അബൌട്ട് ദിസ് പർട്ടിക്കുലർ പാരഗ്രാഫ് ആൻഡ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് വെച്ചിട്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ മിക്കവാറും നമ്മുടെ ആൻസർ നമ്മൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു ആൻസറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അതിൽ കിടക്കണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ആ കണ്ടൻറ്റ്, ആ പാസേജിൻ്റെ കണ്ടൻറ്റ് മൊത്തം ഫസ്റ്റ് പാരഗ്രാഫിൽ ഉറപ്പായും അവർ കൊടുത്തിട്ടുണ്ടാകും. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്തിനെക്കുറിച്ചാണ് അവർ ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസേജ് വായിക്കുക. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പാസേജ് വായിക്കുക. അതിനുശേഷം നമ്മൾ ഓപ്ഷനിലേക്ക് പോവുക. നമ്മുടെ ഒരു ആൻസർ നമ്മൾ ഓക്കെ ഇതായിരിക്കും മേ ബി ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ആൻസർ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പാരഗ്രാഫിനകത്തേക്ക് ഓപ്ഷനകത്തേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഏകദേശം 2 ഓപ്ഷൻസ് ഈസിലി എലിമിനേറ്റ് ചെയ്യാനും മറ്റ് 2 ഓപ്ഷൻ ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ വീണ്ടും ഒന്നുകൂടെ കൂടി നമുക്ക് മനസ്സിലാവുന്ന നല്ല കൺഫ്യൂഷൻ വരുവാണ് 2 ഓപ്ഷനും വെച്ചിട്ടെങ്കിൽ ഒന്നുകൂടെ കൂടി പാരഗ്രാഫ് വായിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്ത് നമ്മൾ ആൻസർ നമ്മുടെ ഓപ്ഷൻ ഇപ്പോൾ ബി ആണെങ്കിൽ ബി ഓപ്ഷൻ ഷെയ്ഡ് ചെയ്യുക. ഇനി ഈ ഷെയ്ഡിങ്ങിലും ഒരു കാര്യമുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഒരു ഭാഗം മാത്രം ഭയങ്കര ഡാർക്കായിട്ട് ഒരു ഭാഗം കുറച്ച് ഡാർക്കായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ് നമ്മുടെ സീപ്പാട്ട് അസസ് ചെയ്ത് മാർക്ക് ഇടുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും, അതിനെ ആൻസർ റോങ് ആക്കിയിട്ട് വിടുകയുള്ളൂ. ആൻസറിന് മാർക്ക് തരികയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഒരുപോലെ എല്ലാ സൈഡും ഒരുപോലെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ റൗണ്ടിൻ്റെ സർക്കിളിൻ്റെ പുറത്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ഉള്ളിൽ തന്നെയായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരം ശരിയാണെങ്കിൽ കൂടിയും തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് വെരി നീറ്റ്ലി ആൻഡ് ക്ലിയർലി. എപ്പോഴും റൈറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ക്ലിയറായിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആൻസർ അത് പ്രത്യേകിച്ച് പാർട്ട് എയിലാണ് കേട്ടോ. ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ക്ലിയറായിട്ട് എഴുതാം. നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ എഴുതാനായിട്ട് ശ്രമിക്കുക. കൂടുതലും നമ്മൾ അവ്യക്തമായിട്ട് എഴുതാതെ വ്യക്തമായിട്ട് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നീറ്റ്നെസ്സും ക്ലിയറായിട്ട് എഴുതുന്നതും എല്ലാം നമ്മുടെ മാർക്കിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിൽ മാത്രമല്ല അത് സബ്മിറ്റ് ചെയ്യുന്നതിലും കൂടി നമ്മളൊരു 100% നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ട്രൂത്ത്ഫുൾനെസ് അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ സംസാരിച്ചത് പാർട്ട് സി ആണ്. പാർട്ട് സി എങ്ങനെ കുറച്ചുകൂടി കൂടി എഫക്റ്റീവായിട്ട് ആൻസർ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത് ഒരു വീഡിയോയെ ഇടുന്നുള്ളൂ, അത് അറ്റ്ലീസ്റ്റ് കാണാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്കതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ലഭിക്കുമെന്നുള്ളതിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പറിൽ ചോദിച്ചാൽ മതി, അത് ഞാൻ ക്ലിയർ ആക്കി തന്നോളാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.